അസ്സലാമലൈക്കും. ഇന്ന് റെസിപ്പി സോസേജാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ സോസേജ് നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കളറുള്ള ക്യാപ്സിക്കോ, അതേപോലെ തന്നെ മീഡിയം സൈസിലുള്ള സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ക്രഷ് ചെയ്തത്. അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സോസേജ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 3 മിനിറ്റെങ്കിലും വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കണം. അതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഈ പാനിലേക്ക് തന്നെ ഒരിത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും ക്രഷ് ചെയ്തത് 1 ടേബിൾ സ്പൂണ് ക്രഷിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ തന്നെ ഒരിത്തിരി കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, സോസ് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരിത്തിരി ക്രഷ് ചില്ലി ഇട്ട് കൊടുത്താൽ മതി. എരി കൂടിയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ ആവശ്യത്തിനുള്ള എരി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂണ് ക്രഷ് ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇത്തിരി കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇതിൽ സോസ് ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കാകുമ്പോൾ 2-3 ഒഴിച്ച് കൊടുക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഈ സോസ് ഇതിൽ ഒഴിച്ച് കൊടുത്താൽ. അതേപോലെ തന്നെ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് വഴന്ന് വരുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. നിങ്ങൾ ഇതേപോലെ ഒന്ന് സോസേജ് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. ക്യാപ്സിക്കോ 3 കളറില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. സവാള മാത്രം ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ വീട്ടിലുള്ളത് കാരണമാണ് 3 കളറ് എടുത്തിട്ടുള്ളത്. ഒരു കളർ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കളറ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഈ കളർ ഇട്ട് കൊടുത്താൽ തന്നെ 3 കളർ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ ഒക്കെ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ സോസേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റൊക്കെ ആവുന്നത് വരെ ഒന്ന് വെന്ത് കിട്ടണം. അതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച ഒരു മീഡിയം സൈസിലുള്ള സവാള, അതേപോലെ 3 കളറിലുള്ള ക്യാപ്സിക്കോ, മഞ്ഞ, പച്ച, ചുവപ്പ്. എന്നിട്ട് തക്കാളി ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ ക്യാപ്സിക്കോടെ ഒന്നും കളറ് മാറരുത്. ഒന്നിട്ട് കൊടുത്ത് ഒരു 1 മിനിറ്റ് വഴറ്റി കൊടുത്തതിന് ശേഷം തന്നെ നമുക്ക് മാറ്റി വെക്കട്ടെ. അതേപോലെ തന്നെ ഇതിൽ ഒരിത്തിരി കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നീളത്തിൽ അരിയരുത് കേട്ടോ, കഷ്ണാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഒരു വലിയ ചെറുനാരങ്ങയാണെങ്കിൽ എടുത്തിട്ട് പിഴിഞ്ഞ് കൊടുക്കുക. ചെറുതാണെങ്കിൽ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടെ. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക.